ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് അക്കൗണ്ടിംഗ് ആണ്. ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അവിടെ അക്കൗണ്ടിംഗ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. ഒരു ബിസിനസ്സിൽ നമുക്കറിയാം ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ആ ബിസിനസ്സിന് എന്ത് ലാഭമാണ് അല്ലെങ്കിൽ എന്ത് നഷ്ടമാണ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടായതെന്ന് ആ ബിസിനസ്സിന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബേസിക് ആയിട്ട് അക്കൗണ്ടിംഗ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് അടുത്തത് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ് നോക്കാം. The American Institute of Certified Public Accountants defines accounting as an art of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of a financial character and interpreting the result thereof. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അക്കൗണ്ടൻസ് പറയുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യം ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആർട്ടാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ആർട്ടിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലൂക്ക പാസിയോളിയാണ്. ഓക്കെ, ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലൂക്ക പാസിയോളിയാണ്. അടുത്തതായി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കാം. ടു അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ദി ബിസിനസ്, ദാറ്റ് ഈസ് ടു കമ്പയർ ദി ഇൻകം ഏൺഡ് വേഴ്സസ് ദി എക്സ്പെൻസസ് ഇൻകേർഡ് ആൻഡ് ദി നെറ്റ് റിസൾട്ട് ദെയർ ഓഫ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കാം. ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകംസ് അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസ് അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അക്കൗണ്ടിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഇയർ എൻഡിങ്ങിൽ ഒരു ബിസിനസ്സിൻ്റെ ഇയർ എൻഡിങ്ങിൽ ആ ബിസിനസ്സിന് എത്ര പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ എത്ര ലോസ് ആണ് കിട്ടിയതെന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് നോക്കാം. ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്, ദാറ്റ് ഈസ് ടു അസസ് വാട്ട് ദി ബിസിനസ് ഓൺസ് ആൻഡ് വാട്ട് ഇറ്റ്സ് ഓൺസ്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ആവശ്യമാണ് അല്ലേ. നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ബിസിനസ് എന്താണ് ഓൺ ചെയ്തത്, അല്ലെങ്കിൽ ബിസിനസ്സിന് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ടെന്ന് ഈ ഒരു അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തേർഡ് ഒബ്ജക്റ്റീവ് നോക്കാം. ടു പ്രൊവൈഡ് എ റെക്കോർഡ് ഫോർ കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ലോസ് അപ്ലിക്കബിൾ. ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോസ് ഉണ്ടാവും. ആ ലോസിൻ്റെ മുമ്പിൽ ബിസിനസ് അതിൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യേണ്ടത് നെസസറി ആണ്. ഫോർത്ത് ഒബ്ജക്റ്റീവ് നോക്കാം. ടു എനേബിൾ ദി റീഡേഴ്സ് ടു അസസ് പ്രോഗ്രസ് മെയ്ഡ് ബൈ ദി ബിസിനസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള അതായത് ആ ഒരു ബിസിനസ് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അടുത്ത ഒബ്ജക്റ്റീവ് നോക്കാം. ടു ഡിസ്ക്ലോസ് ദ ഇൻഫർമേഷൻ നീഡഡ് ബൈ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമുക്കറിയാം ബിസിനസ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഇൻക്ലൂഡ്സ് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, മാനേജേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. അതൊരു ബിസിനസ്സിന് ഇൻറ്റേർണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ബിസിനസ്സിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുക എന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് നടത്തിയാൽ മാത്രമേ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ദ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആർ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് രണ്ട് സിസ്റ്റംസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും. നമുക്ക് ഫസ്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം നോക്കാം. ദിസ് ഈസ് എ കംപ്ലീറ്റ്, ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആസ് ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ദി ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. കംപ്ലീറ്റ് ആണ്, ആക്യുറേറ്റ് ആണ്, റിലയബിൾ ആണ്. സോ കംപ്ലീറ്റ്, ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ 2 ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് ഞാനൊരു ഫർണിച്ചർ വാങ്ങുന്നു. ആ ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ക്യാഷ്, എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അതിന് പകരമായിട്ട് നമുക്കൊരു അസറ്റ് അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ കിട്ടി. ഈ 2 ആസ്പെക്ട്സും ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. അടുത്തത്, the principle of double entry are as follows. There are 2 aspects of every transaction, namely debit and credit. അതായത് ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട്സ് ആണുള്ളത്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അല്ലെങ്കിൽ റിസീവിങ് ആസ്പെക്റ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്സ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ നോക്കാം. ബോത്ത് ദി ആസ്പെക്ട്സ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ബോത്ത് ആസ്പെക്ട്സ് എന്ത് ചെയ്യുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നു. ഫോർ എവറി ഡെബിറ്റ് ദർ മസ്റ്റ് ബി എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആൻഡ് വൈസ് വേഴ്സ. എല്ലാ ഡെബിറ്റ് ആസ്പെക്ട്സിനും ഒരു ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ക്രെഡിറ്റ് ആസ്പെക്ട്സിനും ഒരു ഡെബിറ്റ് ആസ്പെക്ട്സും കൂടി ഉണ്ടാവും. വൈസ് വേഴ്സയാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. It is not a complete system of accounting. Under this system, in some transactions, both the transaction may be recorded and this for some others, only one aspect may be recorded. Thus, it's a mixture of double entry, single entry and no entry. Even though it is an unscientific method of accounting, it is followed by small firms since it is very simple, convenient and flexible. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഡബിൾ എൻട്രി, സിംഗിൾ എൻട്രി ആൻഡ് നോ എൻട്രി. അതായത് ചില ട്രാൻസാക്ഷൻസിൽ നമ്മൾ 2 ആസ്പെക്ട്സ് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ചിലതിൽ എന്ത് ചെയ്യും, 1 ആസ്പെക്ട്സ് മാത്രം റെക്കോർഡ് ചെയ്യും. ചിലതിൽ എന്ത് ചെയ്യുന്നില്ല, എൻട്രി ചെയ്യുന്നില്ല, നോ എൻട്രി ആയിരിക്കും. ഇതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് റിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ല, അൺസിസ്റ്റമാറ്റിക് ആണ്, അല്ലെങ്കിൽ അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് കൺസേൺസ് ആണ് ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഓൾ ഓർഗനൈസേഷൻസ് ആർ ഫോളോ ദ ഡബിൾ എൻട്രി സിസ്റ്റം. ഓൾമോസ്റ്റ് എല്ലാ ഓർഗനൈസേഷൻസും ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറഞ്ഞു സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. ദ സിംഗിൾ എൻട്രി സിസ്റ്റം വി ആർ മെയിൻറ്റെയിനിങ് എ ക്യാഷ് ബുക്ക് അക്കൗണ്ട് ആൻഡ് സം പേഴ്സണൽ അക്കൗണ്ട്. അത് ക്യാഷ് ബുക്ക് അക്കൗണ്ടും സം പേഴ്സണൽ അക്കൗണ്ടും മാത്രമാണ് പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ല, ബിസിനസ്സിന് എന്ത് ചെയ്യും, വേറെയും പല അക്കൗണ്ട്സ് ഉണ്ട്, പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അടുത്തത് പറയുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. On the basis of timing of recognition of revenue and costs, there can be 2 approaches to accounting there. അത് ഏത് ബേസിസിലാണ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത് നോക്കാം. 2 ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്. ഫസ്റ്റ് വൺ ക്യാഷ് ബേസിസും സെക്കൻഡ് വൺ അക്രൂവൽ ബേസിസും. ക്യാഷ് ബേസിസ് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് entries in the books of accounts are made when the cash is received or paid and not when the receipt or payment becomes due. ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത് അതായത് ക്യാഷ് റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ പേ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ക്യാഷ് ബേസിസിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ റിസീപ്റ്റ് ഓർ പേയ്മെൻറ്റ് ഡ്യൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ നോക്കാം. If office rent for the month of December 2016 is paid in the January 2017, it would be recorded in the books of account only January 2017. 2016 ഡിസംബറിൽ കൊടുക്കേണ്ട ഓഫീസ് റെൻറ്റ് നമ്മൾ 2017 ജാനുവരിയിലാണ് കൊടുത്തതെങ്കിൽ 2017 ജാനുവരിയിൽ മാത്രമേ അതെന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, 2016 ഡിസംബറിൽ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, this system is incompatible with the matching principle, which states that the cost or expenses of a period are matched with the revenue of the same period.
മാച്ചിങ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഏത്? ക്യാഷ് ബേസിസ്. അതായത് ഇപ്പോൾ ഒരു പീരീഡിലുള്ള റവന്യൂ ആ പീരീഡിലുള്ള കോസ്റ്റുമായിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്യാഷ് ബേസിസ് പറഞ്ഞാൽ റിസീവോ അല്ലെങ്കിൽ പേ ചെയ്തു, റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ പേ ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ക്യാഷ് ബേസിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ആ ട്രാൻസാക്ഷൻ എൻട്രി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നുള്ളൂ? റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഡ്യൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? റെക്കോർഡ് ചെയ്യുന്നില്ല. ഇതാണ് ക്യാഷ് ബേസിസ്. അടുത്തത് അക്രൂവൽ ബേസിസ് ആണ്. ഇൻ ദിസ് മെത്തേഡ് കോസ്റ്റ് ആൻഡ് റവന്യൂ ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദി പീരിയഡ് ഇൻ വിച്ച് they occur rather than they are paid or received. This more appropriate for the ascertainment of profit or loss as expenses are matched against revenue. അക്രൂവൽ ബേസിസ് പറഞ്ഞാൽ എന്താണ്? ആ എക്സ്പെൻസ് അല്ലെങ്കിൽ ആ റവന്യൂ ഏത് പീരീഡിലാണ് ഒക്കർ ചെയ്തത് ആ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. അതായത് ഒക്കർ ചെയ്ത പീരീഡിൽ തന്നെ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. അത് പെയ്ഡ് ചെയ്തോ അല്ലെങ്കിൽ റിസീവ് ചെയ്തോ എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫൈൻഡ് ചെയ്യുന്നതിന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ.